എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഞാൻ സഫീന. അപ്പോ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും അല്ലെ? അറബി പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയോ നിങ്ങൾ എല്ലാവരും? ഇനി കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. മിസ്സേ, ഇനി കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ നമുക്ക്? പിന്നെന്താ, എളുപ്പമാണ്. ബാക്കിയുള്ള മത്സര പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ കേട്ടറ്റിന് വളരെ ചുരുങ്ങിയ പോർഷൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വരുന്ന ജൂൺ 23-നാണ് ഇപ്പോ കേട്ടറ്റിന്റെ ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 45 ദിവസത്തോളം നമുക്ക് മുൻപിലുണ്ട്. അത്രയും ദിവസം കൊണ്ട് നമുക്ക് എന്താണെങ്കിലും പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. അത്തരത്തില് ഒരു 45 ദിവസം കൊണ്ട് കേട്ടറ്റിനുള്ള പോർഷൻസ് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ മിസ്സേ, ഇതിലിപ്പോ അറബി ടോപ്പിക്കുകളാണ് കാണുന്നത്. അപ്പോ ഈ അറബി ടോപ്പിക്കുകൾ മാത്രമാണോ നമ്മുടെ ഈ ഒരു ടൈം ടേബിളിൽ ഉള്ളത്? അറബി എക്സാമിനുള്ളത് പോലെ തന്നെ അറബിയും സൈക്കോളജിയും പിന്നെ ഏതൊരു ലാംഗ്വേജ് ആണോ നമ്മൾ ഓപ്റ്റ് ചെയ്തത്, ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ, അതെല്ലാം ഇപ്പൊ ഈ ടൈം ടേബിൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ടോപ്പിക് കൂടെ ഓക്കെ അല്ലേ? ഇതാണ് സൈക്കോളജി ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഫുൾ ആയിട്ടുള്ള ആ ഒരു കോഴ്സിന് ആ ഒരു എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ്. അപ്പൊ മിസ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അറബി ടോപ്പിക്ക് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ ഒരു പരീക്ഷയെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ അവിടെ അതേപോലെ തന്നെ പഠിക്കേണ്ട ഭാഗങ്ങളാണ് സൈക്കോളജിയും നമ്മുടെ ഒരു ലാംഗ്വേജും അല്ലെ? അപ്പൊ ആ ഒരു ലാംഗ്വേജ് നമ്മള് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു പാസ് മാർക്ക് എന്നുള്ളത് അല്ലെ? പാസ് മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ കുറച്ച് പേർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ മിസ്സേ? ഇല്ലാത്തവർക്കും ഇപ്പോ കാറ്റഗറി 4 അഫ്ലൽ ഉലമ പഠിച്ചവർക്കൊക്കെ കേട്ടറ്റ് കാറ്റഗറി 4 അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ബി എഡിന്റെ ആ ഒരു പോർഷൻ, ആ ഒരു സൈക്കോളജി അല്ലെങ്കിൽ അറബിയിലെ തന്നെ അറബിക് പെഡഗോജി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പെഡഗോജി അല്ലെങ്കിൽ സൈക്കോളജി ആ ഒരു ഭാഗം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനുവേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് കൂടി ഇപ്പൊ നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കൃത്യമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മിസ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ബി എഡ് അല്ലാത്തവർക്ക് നമുക്ക് കാറ്റഗറി 4 എഴുതാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ആ 4 എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എക്സാം വരുന്നത് JLT എന്ന് പറയുന്നതാണ്. JLT അറബിക് പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഈ കാറ്റഗറി 4 എടുക്കുന്നത്. അപ്പോൾ അവിടെ ഈ സൈക്കോളജി ഭാഗങ്ങളും മിസ് പറഞ്ഞ പോലെ അറബിക് പെഡഗോജിക്കൊക്കെ പ്രത്യേക ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ്. അതായത് കൂടുതൽ ലൈവ് ക്ലാസ്സുകളായിരിക്കില്ലേ മിസ്സേ നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്? ലൈവ് ക്ലാസ്സുകൾ കൂടുതൽ നിങ്ങൾക്ക് തന്നിട്ട് നമ്മൾ ആ ഒരു പരീക്ഷയ്ക്കുള്ള ഫുൾ സെറ്റിലാണ് നിങ്ങളെ ആക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാം. അതുപോലെ മിസ്സേ, ഈ ഒരു ടോപ്പിക്കിൽ നമ്മളിപ്പോ അറബിയൊക്കെ എടുക്കുമ്പോൾ ടഫ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുമോ? ഇതിലിപ്പോ ഗ്രാമർ ആണോ വരിക, അതോ നമുക്ക് ഈ ഒരു സാഹിത്യം പോലെയുള്ള ഭാഗങ്ങളാണോ കൂടുതൽ വരിക? എനിക്ക് തോന്നുന്നു അറബി പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം വലിയ വിഷയമായിരിക്കില്ല. കാരണം കോളേജ് ലെവലൊക്കെ പഠിച്ചു വരുമ്പോ കുഴപ്പമില്ല. മെയിൻ ആയിട്ട് ബലാഗ, നഹ്വ് എന്ന് പറഞ്ഞിട്ട്, നഹ്വ് ഗ്രാമർ ആണ്. ഗ്രാമർ അതിനൊപ്പം തന്നെ ബലാഗ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ വരുന്നുണ്ട്. അത് കേട്ടറ്റിന്റെ എക്സാമിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിലും ഷുവർ ആയിട്ട് ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും ഉണ്ടാകും. അത് കവിതയുടെ അലങ്കാര ശാസ്ത്രത്തിനൊക്കെ പറ്റി പറയുന്നതാണ്. അപ്പൊ നമുക്ക് അതില് ബഹറുകൾ വരുന്നുണ്ട്. അങ്ങനെ ഓരോ മുറിച്ച് പറയേണ്ട ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരിത്തിരി പഠിച്ചു വരുമ്പോ ഒരിത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പോർഷൻസ് ആണ്. ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ ഭാഗങ്ങൾ ഇപ്പൊ മിസ് പറഞ്ഞ പോലെ എല്ലാ ടോപ്പിക്കുകളും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ ആ ഭാഗങ്ങളൊക്കെ തന്നെ സ്ഥിരമായി ചോദിക്കുന്ന, ഇപ്പൊ എനിക്കാണെങ്കിൽ മലയാളവും സോഷ്യൽ സയൻസ് ഒക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങൾ. അതുപോലെ തന്നെയാണ് ഇപ്പൊ മിസ്സും പറഞ്ഞത്. കാരണം സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗം പഠിച്ചാൽ 2-3 മാർക്ക് ഉറപ്പായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളും എല്ലാ സബ്ജക്റ്റുകൾക്ക് പോലെ തന്നെ ഈ അറബിയിലും വരുന്നുണ്ട് അല്ലെ? പിന്നെ അതുപോലെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ലെങ്തി ആയിട്ട് വരുന്നത് നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ കൊടുത്തല്ലോ അസ്റുൽ ജാഹിലി, ഇത് മുതല് അങ്ങനെ ഓരോ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നുണ്ട്. ഓരോ കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളിലെ കവികളും സാഹിത്യകാരന്മാരും ഒക്കെ ഒരു നീണ്ട ടോപ്പിക് തന്നെയാണത്.
ഓക്കെ. അപ്പൊ ഈ ഭാഗം സ്ഥിരമായി ചോദിക്കുന്ന ഭാഗം തന്നെയാണ്. അപ്പൊ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോ ഈ കണ്ടോ ഫസ്റ്റ് ഡേ തന്നെ മിസ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തായാലും പഠിക്കേണ്ടതും വളരെ ലെങ്തി ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാനുള്ള രീതിയിലും ആ ഒരു കാര്യം കൂടി മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഈ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതും കൂടി നിങ്ങൾ ഓർക്കണം. ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു പരീക്ഷ. കാരണം ഈ ഒരു പരീക്ഷയുടെ അവസാനം എന്ന് പറയുന്നത് JLT പോലെയുള്ള ഒരു ടീച്ചർ പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് JLT പരീക്ഷകൾ ഇനിയും വിളിക്കാൻ കിടക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, PSCയുടെ പല ടൈം ടേബിളുകൾ വരുമ്പോഴും JLT പോലെയുള്ള പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാൻ ആളില്ലാതെ ഈ പരീക്ഷകളൊക്കെ ക്യാൻസൽ ചെയ്യുന്ന ഭാഗങ്ങൾ വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്ര പേര് അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയില്ല. അപ്ലൈ ചെയ്യാൻ പോലും ആളില്ലാതെയാണ് ഈ JLT അറബി പോലെയുള്ള പരീക്ഷകൾ ക്യാൻസൽ ചെയ്തു പോകുന്നത്. അപ്പോൾ നല്ലൊരു അവസരം നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്, പലപ്പോഴും നമ്മൾ ആരും അറിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് നല്ല അവസരങ്ങൾ മുന്നിൽ കാണാതെ പോകുന്നത്. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഈ K4ഉം അതുപോലെ അറബി പരീക്ഷകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അറബിക് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ വാട്സാപ്പ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ മിസ്സേ? വാട്സാപ്പിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഇതുപോലെ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് തരും. അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ വർക്കൗട്ട് കൊടുക്കില്ലേ മിസ്സേ? നമ്മൾ വർക്കൗട്ട്, അതായത് ഈ ഭാഗത്തു നിന്ന് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, ഇപ്പം നമ്മൾ ടോപ്പിക്ക് പഠിച്ചുകൊണ്ടായില്ലല്ലോ, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക, ഇതൊക്കെ അറിയാനായിട്ട് മിസ്സ് തന്നെയാണ് നിങ്ങളുടെ മെൻറ്ററായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് മിസ്സ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അങ്ങനെയാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ മെൻറ്റർഷിപ്പായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. മിസ്സിൻ്റെ ഒരു ലൈവ് സെഷനുമായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് വരും. അപ്പോൾ ആ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ JLT പരീക്ഷകളും അതുപോലെ തന്നെ അറബിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരീക്ഷകൾ നമുക്കിനി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്ഡേഷൻസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു. ശുക്രൻ.